Hi students, first semester BSc Mathematics module for theory of equation de adutha video. Cubic equations. Standard form of cubic equation is ax cube plus 3bx square plus 3cx plus d equal to 0. ഇതാണ് cubic equation de standard form. Put y equal ax plus p, then x equal y minus p by a. Substitute the value of x in this equation, we get ഇങ്ങനെ കിട്ടും. എന്നിട്ട് എയും എ ക്യൂബോട് വെട്ടുമ്പോൾ എ സ്ക്വയർ, അപ്പോൾ ആ ഇക്വേഷനെ മൊത്തത്തിൽ എ സ്ക്വയർ കൊണ്ട് ഇൻറ്റു ചെയ്യും. അപ്പോൾ ഇങ്ങനെ കിട്ടി. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ചെയ്ത് ഈ ഒരു ഫോമിലെത്തി. ഓക്കെ, അപ്പോൾ വൈ ക്യൂബ് പ്ലസ് 3hy. അപ്പോൾ ഇതിനെ ക്യാപിറ്റൽ എച്ച് എന്ന് വിളിച്ചു, ഇതിനെ ക്യാപിറ്റൽ ജി എന്ന് വിളിച്ചു. അപ്പോൾ വൈ ക്യൂബ് പ്ലസ് 3hy പ്ലസ് ജി ഈക്വൽ ടു 0. Okay, where h equal ax minus b square, g equal a square d minus 3abc plus 2b cube. ഇനി ക്യൂബിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ കാർഡൻ സൊല്യൂഷൻ ആണ് ഉപയോഗിക്കുന്നത്. കാർഡൻ സൊല്യൂഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ക്യൂബിക് ഇക്വേഷൻ. അപ്പം നമ്മുടെ ഇക്വേഷൻ എന്താണ്? y ക്യൂബ് പ്ലസ് 3hy പ്ലസ് g ഈക്വൽ ടു 0. അസ്യൂം ദാറ്റ് ദ റൂട്ട്സ് ആർ ഓഫ് ദ ഫോം p റൈസ് ടു 1/3 പ്ലസ് q റൈസ് ടു 1/3. അപ്പോൾ y ഈക്വൽ ടു p റൈസ് ടു 1/3 പ്ലസ് q റൈസ് ടു 1/3 എന്ന് കൊടുത്തു. ഇനി a പ്ലസ് ബി ദ ഹോൾ ക്യൂബ് എന്താ? എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് 3ab ഇൻറ്റു എ പ്ലസ് ബി. ആ രീതിയിൽ രണ്ട് സൈഡിൽ ക്യൂബ് എടുക്കുന്നു. അപ്പോൾ y ക്യൂബ് ഈസ് ഇക്വൽ ടു p പ്ലസ് ക്യൂ പ്ലസ് 3p റൈസ് ടു 1/3 q റൈസ് ടു 1/3 ഇൻറ്റു p ക്യൂബ് p റൈസ് ടു 1/3 പ്ലസ് q റൈസ് ടു 1/3 ഇങ്ങനെ എഴുതി. ഇനി ഇതെന്താണ്? ഇതാണ് y. അപ്പോൾ എന്നാ പറയാം? y ക്യൂബ് ഈക്വൽ p പ്ലസ് ക്യൂ പ്ലസ് 3p റൈസ് ടു 1/3 q റൈസ് ടു 1/3 ഇൻറ്റു y. ഇതെല്ലാം കൂടെ ഒരു സൈഡിൽ കൊണ്ടുവന്ന് ഇങ്ങനെ കിട്ടി. ഇനി ഈ രണ്ട് ഇക്വേഷനൂടെ കമ്പയർ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ എച്ചിൻ്റെ സ്ഥാനത്ത് മൈനസ് p റൈസ് ടു 1/3 q റൈസ് ടു 1/3യും ജിയുടെ സ്ഥാനത്ത് മൈനസ് ഓഫ് p പ്ലസ് ക്യൂ എന്നും കിട്ടി. അപ്പോൾ എന്നാ കിട്ടിയേ? p പ്ലസ് ക്യൂ മൈനസ് ജി എന്നും p ക്യൂ മൈനസ് എച്ച് ക്യൂബ് രണ്ടിടത്ത് ക്യൂബ് എടുക്കണം കിട്ടി. അപ്പോൾ p മൈനസ് ക്യൂ എന്താ? നമുക്കറിയാം p മൈനസ് ക്യൂ ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ p പ്ലസ് ക്യൂ ദ ഹോൾ സ്ക്വയർ മൈനസ് 4pq. അപ്പം സ്ക്വയർ റൂട്ട് എടുത്തു. അപ്പോൾ എനിക്ക് എന്നാ കിട്ടി? p മൈനസ് ക്യൂവിനെ എന്നാ കിട്ടി? റൂട്ട് ഓഫ് ജി സ്ക്വയർ പ്ലസ് 4h³ എന്ന് കിട്ടി. ഇനി സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. p ഈക്വൽ ടു മൈനസ് ജി പ്ലസ് റൂട്ട് ഓഫ് ജി സ്ക്വയർ പ്ലസ് 4h³ 2 എന്നും q എന്ന് പറയുന്നത് മൈനസ് ഡി മൈനസ് റൂട്ട് ഓഫ് ജി സ്ക്വയർ പ്ലസ് 4h³ 2 എന്നും. അങ്ങനെ സൊല്യൂഷൻ y ഈക്വൽ p റൈസ് ടു 1/3 പ്ലസ് q റൈസ് ടു 1/3 എന്ന് കിട്ടും. നോട്ട് p റൈസ് ടു 1/3 ഹാസ് 3 വാല്യൂസ് ഇഫ് m ഈസ് എ വാല്യൂ. 3 വാല്യൂസ് ഉണ്ട്. m ഒരു വാല്യൂ ആണെങ്കിൽ m ഒമേഗയും m ഒമേഗ സ്ക്വയറും അതർ വാല്യൂസ് ആണ്. ഒമേഗ എന്ന് വെച്ചാൽ ക്യൂബിക് റൂട്ട് ഓഫ് യൂണിറ്റി. ഇനി അടുത്ത നോട്ടായിട്ട് ഓർക്കേണ്ട കാര്യം, നമ്മുടെ സ്ക്വയർ റൂട്ടിനകത്തെ സാധനമല്ലേ ജി സ്ക്വയർ പ്ലസ് 4h³. വെൻ ജി സ്ക്വയർ പ്ലസ് 4h³ ലെസ് ദാൻ 0 ദെൻ ദ റൂട്ട്സ് ആർ ഓൾ റിയൽ. ഓർത്തോണേ, ലെസ് ദാൻ 0 ആകുമ്പോൾ റിയൽ റൂട്ടാണ്. ഇനി ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ 2 ഇമാജിനറി റൂട്ടാണ്. ഈക്വൽ ടു 0 ആകുമ്പോൾ 2 ഈക്വൽ റൂട്ടാണ്. ജിയും എച്ചും രണ്ടും 0 ആണെങ്കിൽ എല്ലാ റൂട്ടും ഈക്വൽ ആകും. ഇനി ജി സ്ക്വയർ പ്ലസ് 4h³ ഈക്വൽ ടു ഈ വാല്യൂ. ദ എക്സ്പ്രഷൻ ഇൻ ദ ബ്രാക്കറ്റ് ഈസ് കോൾഡ് ഡിസ്ക്രിമിനന്റ്. ഡെൽറ്റ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ കാർഡൻസ് മെത്തേഡിൽ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. സോൾവ് x³ മൈനസ് 9x പ്ലസ് 28 ഈക്വൽ ടു 0 ബൈ കാർഡൻസ് മെത്തേഡ്. അപ്പോൾ x ഈക്വൽ ടു p റൈസ് ടു 1/3 പ്ലസ് q റൈസ് ടു 1/3 എന്ന് കൊടുത്തു. രണ്ട് സൈഡിലും ക്യൂബ് എടുത്തു. അപ്പോൾ ഇങ്ങനെ കിട്ടി. ഈ രണ്ട് ഇക്വേഷനൂടെ സോൾവ് ചെയ്യുമ്പോൾ കമ്പയർ ചെയ്യുമ്പം p റൈസ് ടു 1/3 ബൈ ഇൻറ്റു q റൈസ് ടു 1/3 3 എന്ന്, കാരണം 9 എന്ന് വെച്ചാൽ 3 × 3. ഇനിയും p പ്ലസ് ക്യൂ എന്ന് പറയുന്നത് മൈനസ് 28 എന്ന് കിട്ടി. അതിൽ നിന്ന് p മൈനസ് ക്യൂ കണ്ടുപിടിക്കണം. അത് 26 എന്ന് കിട്ടി. അത് സോൾവ് ചെയ്യുമ്പോൾ p മൈനസ് 1 എന്നും q മൈനസ് 27 എന്നും കിട്ടി. ഇനി p മൈനസ് 1 ആണെങ്കിൽ p റൈസ് ടു 1/3 എന്തോ -1
മൈനസ് ഒമേഗ സ്ക്വയർ. ഇനി ക്യൂ -27 ആണെങ്കിൽ ക്യൂ റൈസ് ടു 1/3 എന്ന് പറയുന്നത് -3 ഒമേഗ സ്ക്വയർ. ഇനി റൂട്ട് എഴുതുന്നത് ശ്രദ്ധിച്ചോണേ, ഇത് രണ്ടും കൂടെ എഴുതുന്നത് -1ഉം -3, അപ്പം -4 എന്ന് എഴുതി. ഇനി ഇത് രണ്ടും കൂടാണ് എഴുതേണ്ടത് കേട്ടോ, ഒമേഗയും മറ്റേൻ്റെ ഒമേഗ സ്ക്വയറും. അതേപോലെ തന്നെ ഇവിടെ ഒമേഗ സ്ക്വയർ ആണെങ്കിൽ ഇവിടെ ഒമേഗ, അപ്പം -3 ഒമേഗ സ്ക്വയർ എന്നും -ω² -3 ഒമേഗ എന്നും കിട്ടി. ഇനി യഥാർത്ഥ റൂട്ട് കണ്ടുപിടിക്കാൻ പോകും. അപ്പം -4 റൂട്ട് ആയതുകൊണ്ട് തന്നേക്കുന്ന ഇക്വേഷനെ -4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ കിട്ടി. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ x² - 4x + 7 കിട്ടി. അത് ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ച് സോൾവ് ചെയ്തപ്പോൾ എനിക്ക് 2 ± i√3. അപ്പോൾ എനിക്ക് 3 റൂട്ട് ഇങ്ങനെ കിട്ടി. അപ്പോൾ കാർഡൻസ് മെത്തേഡിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഒന്നുകൂടെ നോക്കാം. സോൾവ് x³ - 6x² + 3x - 2 = 0. ഇത് സ്റ്റാൻഡേർഡ് ഫോമിൽ നോക്കുവാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഫോം ഇതാണ്. അപ്പോൾ A B C D എഴുതി. അപ്പോൾ അവിടെ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിനെ നമ്മൾ തിരിച്ചാക്കുന്ന ആദ്യം നമ്മൾ പഠിച്ചല്ലോ, നോക്കിക്കേ. ഇങ്ങനെ സ്റ്റാൻഡേർഡ് ഫോം വന്നു കഴിഞ്ഞാൽ y = ax + b കൊടുത്ത് നമ്മൾ ഈ y³ + 3hy + g = 0 ഫോമിലോട്ട് ആക്കി. അപ്പോൾ ഈ തന്നേക്കുന്ന ഇക്വേഷൻ ആ രീതി ആയതുകൊണ്ട് ആദ്യമേ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, y = ax + b. അപ്പോൾ x = y - b/a. എയുടെ ബിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ x = y + 2. തന്നേക്കുന്ന ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പം എനിക്ക് ഇങ്ങനെ കിട്ടി. ഇപ്പം ഇത് ആയല്ലോ, നമുക്ക് വേണ്ടുന്ന ഫോം ആയല്ലോ. അപ്പോൾ p⁻⁴ + q⁻⁴ ഫോമിലായി. രണ്ട് സൈഡിൽ ക്യൂബ് എടുത്തു, എന്നിട്ട് കമ്പയർ ചെയ്തപ്പോൾ p + q 12 എന്നും pq 27 എന്നും കിട്ടി. അപ്പോൾ p - q ഇത് ഉപയോഗിച്ച് ചെയ്ത് 6 എന്ന് കിട്ടി. അപ്പോൾ അതിൽ നിന്ന് p 9 എന്നും q 3 എന്നും കിട്ടി. p9 ആണെങ്കിൽ നമ്മൾ എന്താ പറയുക, 9ന്റെ ക്യൂബ് റൂട്ട് + 3യുടെ ക്യൂബ് റൂട്ട്. ഇനി എന്തോ 9ന്റെ ക്യൂബ് റൂട്ട് × ω + 3യുടെ ക്യൂബ് റൂട്ട് ω². അങ്ങനെ നമുക്ക് കിട്ടി. അപ്പം x എന്താ, x അല്ലേ നമുക്ക് വേണ്ടുന്നേ, അത് ശ്രദ്ധിച്ചോണം. മുമ്പത്തെ ക്വസ്റ്റിനകത്ത് ഡയറക്റ്റ് ഫോമുല തന്നെ, ഇവിടെ ഇങ്ങനെ തന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് നമ്മൾ ചെയ്തത്. അപ്പോൾ തിരിച്ച് എക്സിന് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എക്സ് എന്ന് വെച്ചാൽ y + 2 അല്ലേ, അപ്പോൾ 2 + ഇത്, അങ്ങനെ ഓരോന്നിൻ്റെ കൂടെ 2 ആഡ് ചെയ്തു. ഓക്കെ. അടുത്ത ക്വാഡ്രിക് ഇക്വേഷൻ അഥവാ ബൈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, അതായത് 4th ഡിഗ്രി ഇക്വേഷൻ. അത് ഫെറാറീസ് മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ലെറ്റ് x⁴ + 2ax³ + bx² + cx + d = 0 be the given equation. അപ്പം ഫോം നോക്കിക്കോണേ, ഇവിടെ 2a എന്നും പറഞ്ഞുണ്ട് കേട്ടോ. അപ്പം റൈറ്റ് ദിസ് ഇക്വേഷൻ ആസ്, ഇങ്ങനെ എഴുതും. ഇങ്ങനെ എഴുതുന്നത് എങ്ങനെയാണെന്നറിയോ, നമ്മളിത് നോക്കുക. ആദ്യത്തെ രണ്ടെണ്ണം നോക്കുക. x⁴ + 2ax³ അല്ലേ. അപ്പം നമ്മൾ x² + ax + ω² എന്ന് എക്സ്പാൻഡ് ചെയ്തപ്പോൾ ഇത് കിട്ടിയേ. ഇതിലെ x⁴ ഉം 2x³ ഉണ്ട്. ബാക്കിയുള്ള ടേം ഏതൊക്കെയാണ്, അത് നമ്മൾ ഇവിടെ എഴുതുമ്പോൾ അത് സബ്ട്രാക്റ്റ് ആയിട്ട് എഴുതണം കേട്ടോ. സബ്ട്രാക്റ്റ് എഴുതിയിട്ട് ബാക്കി 3 ടേം എന്തോ bx² + cx + d = 0 എന്ന് എഴുതി. എന്നിട്ട് ഇത് എഴുതി, ഇത് ബ്രാക്കറ്റ് ഇട്ടു. എന്നിട്ട് x² ഒന്നിച്ച് എഴുതി, എക്സിൻ്റെ ഒന്നിച്ച് എഴുതി, കോൺസ്റ്റന്റ് എഴുതി. ഇനി b² - 4ac = 0 ആകുന്ന രീതിയിൽ ഡെൽറ്റ ചൂസ് ചെയ്യണം. അപ്പം b ഇതാണ്, a ഇതാണ്, c ഇതാണ്. b² - 4ac = 0. അപ്പോൾ ക്യൂബിക് ഇക്വേഷൻ ഇൻ ഡെൽറ്റ കിട്ടി. അതിൻ്റെ 3 റൂട്ട് Δ1 ഉം Δ2 ഉം Δ3 ആണ്. അപ്പം ഡെൽറ്റയുടെ അവിടെ Δ1 റീപ്ലേസ് ചെയ്ത് നമുക്ക് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. സോൾവ് x⁴ - 2x³ - 12x² + 10x + 3 = 0. അപ്പം നോക്കുക. അപ്പം x⁴ - 2x³ അല്ലേ ഇവിടെ. അപ്പോൾ സൈഡിലോട്ട് എഴുതുക. x² - x + λ² എന്ന് സൈഡിൽ എഴുതുക. അത് എക്സ്പാൻഡ് ചെയ്യുക. അപ്പം ആദ്യത്തെ ഈ 2 ടേം എഴുതി, ബാക്കിയുള്ള ടേം എന്തോ സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ എഴുതിയിട്ട് ഇതിൻ്റെ സ്ക്വയർ മൈനസ് ബാക്കി വരുന്ന ടേം എന്താ, x² Δ², x² Δ 2x Δ.
അത്രയും കാര്യങ്ങൾ ഇവിടെ സബ്ട്രാക്ട് ചെയ്തു. എന്നിട്ട് ബാക്കിയുള്ള ടേം 3 ടേം അതേപോലെ എഴുതി. ആദ്യത്തെ ടേം എഴുതി, മൈനസ് എഴുതി, എക്സ് സ്ക്വയർ എക്സ് കോൺസ്റ്റൻറ്റ് ടേം ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. എന്നിട്ട് ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0 ആ രീതിയിൽ എഴുതി. അപ്പോൾ എനിക്ക് ഡെൽറ്റ ക്യൂബ് പ്ലസ് 6 ഡെൽറ്റ സ്ക്വയർ മൈനസ് 8 ഡെൽറ്റ മൈനസ് 32 ഈക്വൽ ടു 0. നമ്മളിത് ചെയ്ത് നോക്കുമ്പോൾ ട്രയൽ ആൻഡ് എറർ ചെയ്യുമ്പോൾ ക്ലിയർലി ഡെൽറ്റ ഈക്വൽ ടു -2 ഒരു റൂട്ടാണ്. അപ്പോൾ -2 ഒരു റൂട്ടാണെന്നല്ലേ. അപ്പം നമ്മൾ എഴുതിയ ആ ഇക്വേഷൻ്റെ അവിടെ ഡെൽറ്റയുടെ സ്ഥാനത്ത് -2 ഇട്ട് കൊടുക്കുക. അപ്പം ഇങ്ങനെ കിട്ടി. അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്തുവാ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, ആ രീതിയിൽ ഇവിടെ എഴുതി. അപ്പം സൊല്യൂഷൻ കിട്ടി. അപ്പോൾ ആ രീതിയിൽ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത്. കാർഡൻസ് മെത്തേഡിൽ നമ്മൾ മുമ്പേ പഠിച്ചില്ലേ, കാർഡൻസ് മെത്തേഡ് ക്യൂബിക് ഇക്വേഷൻ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നോക്കിയാൽ മതി. ഓക്കെ, ഫെറാറി മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. അപ്പോൾ സോൾവ് എക്സ് റൈസ് ടു 4a മൈനസ് 3x സ്ക്വയർ മൈനസ് 6x മൈനസ് 2 ഈക്വൽ ടു 0. അപ്പം നോക്കി, ഇവിടെ എക്സ് ക്യൂബിൻ്റെ ടേം ഇല്ല. അപ്പം ഞാൻ എക്സ് സ്ക്വയർ പ്ലസ് ലാംഡാസ് ദ ഹോൾ സ്ക്വയർ ചെയ്തു. അപ്പം എക്സ് സ്ക്വയർ പ്ലസ് ലാംഡാ സ്ക്വയർ പ്ലസ് എക്സ് റൈസ് ടു 4a പ്ലസ് ലാംഡാ സ്ക്വയർ പ്ലസ് 2x സ്ക്വയർ ലാംഡ എന്ന് കിട്ടി. ഇവിടെ എക്സ് ക്യൂബിൻ്റെ ടേം ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ എക്സിൻ്റെ ടേം വരാഞ്ഞ. ഓക്കെ, അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് ലാംഡ ദ ഹോൾ സ്ക്വയർ ചെയ്തിട്ട് ബാലൻസ് വരുന്നത് എന്തുവാ, ലാംഡാ സ്ക്വയറും 2x സ്ക്വയർ ലാംഡ, അത് മൈനസ് ചെയ്തു. ബാക്കിയുള്ള ടേംസ് എഴുതി. എന്നിട്ട് മുമ്പത്തെ കൂടെ ചെയ്യുന്നു എക്സ് സ്ക്വയർ. അപ്പം നമ്മൾ ഇങ്ങനെ എഴുതി. ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0 ചെയ്ത് ലാംഡയുടെ ഇങ്ങനെ ഇക്വേഷൻ കിട്ടി. നമ്മളത് സൈഡിൽ ചെയ്ത് നോക്കും. അപ്പോൾ 1/2 ഒരു റൂട്ടാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ അകത്ത് ലാംഡയുടെ അവിടെ 1/2 ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോം കിട്ടി. അങ്ങനെ അത് സോൾവ് ചെയ്ത് നമുക്ക് റൂട്ട് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇത് പഠിച്ചോണേ, കാർഡൻസ് മെത്തേഡും ഫെറാറി മെത്തേഡും. കാർഡൻസ് മെത്തേഡ് ക്യൂബിക് ഇക്വേഷനും ഫെറാറി മെത്തേഡ് ക്വാഡ്രിക് ഇക്വേഷൻ അഥവാ ബൈക്വാഡ്രാറ്റിക് ഇക്വേഷൻ, അതായത് 4th ഡിഗ്രി ഇക്വേഷൻ. ഓക്കെ, ഇതിന് ശേഷം ഡെസ്കാർട്ടേഴ്സ് റൂൾ ഉണ്ട്, അത് പഠിച്ചോണം.